നമുക്ക് എളുപ്പത്തിലൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? പൊട്ടറ്റോ മെഴുക്കുവരട്ടിക്കായിട്ട് 2 പൊട്ടറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഞാൻ നീളത്തിൽ ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തു. ഒരു സവാള, 2 പച്ചമുളക്, കുറച്ച് വേപ്പില അത് അരിഞ്ഞെടുത്തു. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി ഇവിടെ ഗ്യാസിന് നല്ല ക്ഷാമമുണ്ട്, അതുകൊണ്ട് ഇൻഡക്ഷൻ കുക്കറിലാണ് പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിലേക്ക് ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഞാനിവിടെ ശുദ്ധമായ ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. വീട്ടിൽ തേങ്ങ ആട്ടാറുണ്ട്, അപ്പം അതിൽ നിന്നുള്ള എണ്ണ വെച്ചിട്ടാണ് ഈ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിനുണ്ട്. ആ എണ്ണയിലേക്ക് കുറച്ച് കടുക് ഇടുക, അത് പൊട്ടിക്കുക. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മെഴുക്കുവരട്ടിയാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് ആണ്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും സവോളയും ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻസ്. ഇത് ആണ് നമ്മൾ ആദ്യം വഴറ്റിയെടുക്കേണ്ടത്. ഇത് നന്നായിട്ട് വഴറ്റുക, വഴന്ന് വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇൻഡക്ഷൻ കുക്കറിലായതുകൊണ്ട് തീ എപ്പോഴും ബാലൻസ് ചെയ്യണം. നമ്മളൊന്ന് കൂട്ടി വെക്കുക, കുറച്ച് വെക്കുക, പിന്നെ ഒന്ന് കൂട്ടുക, കുറച്ച് വെക്കുക, അങ്ങനെ ഒന്ന് ബാലൻസ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട്. പിന്നെ എണ്ണ പോരും തോന്നുവാണെങ്കിൽ കുറച്ച് എണ്ണ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സവാള നന്നായിട്ട് വഴരാനായിട്ട് കുറച്ച് ഉപ്പും ആഡ് ചെയ്യാം. ഉപ്പൊക്കെ ആഡ് ചെയ്ത് സവാള ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മാത്രം ആഡ് ചെയ്താൽ മതി, കൂടുതൽ ആഡ് ചെയ്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവത്തില്ല. അതിനുശേഷം നമുക്ക് പൊട്ടറ്റോ അതിൻ്റെ അകത്തേക്ക് ഇടാം. ഇപ്പം ഞാനൊരു 4 പേർക്ക് വേണ്ടിയിട്ടുള്ളൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 വലിയ പൊട്ടറ്റോ എടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഒരു പൊട്ടറ്റോ എടുത്താലും മതി, നമുക്ക് ആവശ്യമനുസരിച്ച്. ഇപ്പം നമുക്ക് വീട്ടിൽ 4 പേരുണ്ടായിരുന്നതുകൊണ്ട് 4 പേർക്ക് വേണ്ടിയിട്ടുള്ള ഉണ്ടാക്കി. അപ്പം നമുക്ക് നന്നായിട്ടത് വഴറ്റി കൊടുക്കാം. അതിങ്ങനെ ആക്കി നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് കുറച്ച് വെക്കാം. അതായത് കുറച്ച് വെച്ചാലേ അതിന് വേവത്തുള്ളൂ. അപ്പം കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 1/4 ഗ്ലാസ് വെള്ളം പോലും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഒരു 1/4 ഗ്ലാസ്സിൽ താഴെ വെള്ളം, അത്രയും വെള്ളം ആഡ് ചെയ്തിട്ട് നമുക്കിത് മൂടി വെക്കാം. ബിക്കോസ് ഇത് മൂടി വെക്കുമ്പോഴാണ് ഇത് വേവുന്നത്. നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കാനാണെങ്കിൽ കുറേ സമയം എടുക്കും, കുറേ എണ്ണ ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴണ്ട് കിട്ടും പൊട്ടറ്റോ മെഴുക്കുവരട്ടി. എന്നിട്ട് ആ വെള്ളം ഒന്ന് പറ്റി വരുന്ന സമയമില്ലേ, ഒരു 1/4 ഗ്ലാസ് വെള്ളം പറ്റാൻ ഇത്തിരി നേരം മതിയല്ലോ. ആ ഒരു പറ്റി വരുന്ന സമയത്ത് നമ്മുടെ പൊട്ടറ്റോ ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പം നമുക്ക് ആ സമയത്ത് ഉപ്പ് നോക്കാം. നമുക്ക് ഉപ്പ് പോരെങ്കിൽ വേണ്ടത്ര ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിങ്ങനെ വഴറ്റി എടുക്കുക. വഴറ്റി നമുക്ക് എത്രയാണോ വേണ്ടത് അത്രയും നേരം നമുക്ക് വഴറ്റാവുന്നതാണ്. എന്നിട്ട് ഞാൻ ഏറ്റവും ലാസ്റ്റാണ് മുളക് പൊടി ആഡ് ചെയ്യുന്നത്. മുളക് പൊടി ശരിക്കും നമ്മൾ നോക്കിയിട്ട് ആഡ് ചെയ്യണം. കൂടിപ്പോയാൽ എരിവായിരിക്കും ഭയങ്കര. അപ്പോൾ അത് നോക്കിയിട്ട് ലാസ്റ്റ് കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു പെരളൽ പരുവം ആകും നമുക്ക്. അപ്പോൾ ആ ഒരു പരുവം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിനി മൊരിച്ചെടുക്കാം. ചിലർക്ക് ഇങ്ങനെ കഴിക്കാനായിരിക്കും ഇഷ്ടം, ചിലർക്ക് മൊരിച്ച് കഴിക്കാനായിരിക്കും ഇഷ്ടം. എൻ്റെ പപ്പയും അമ്മയും വന്നതുകൊണ്ട് ഇങ്ങനെയാണ് എടുത്തത്. അപ്പം ഇതാണ് ഈസി പൊട്ടറ്റോ